Hey guys, welcome to exclusive reviews. ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോണത് Arduino മൈക്രോ കൺട്രോളർ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം, അതിനെന്തൊക്കെ വേണമെന്നുള്ളതാണ്. എൻ്റെ ഹോം ഓട്ടോമേഷൻ പ്രോജക്റ്റ് ഉടനെ അപ്ലോഡ് ആവും. അതിൻ്റെ പരമായിട്ട് ഒരു സിമ്പിൾ ബേസിക് Arduino ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ Arduinoയിൽ പ്രോഗ്രാം ചെയ്യുന്ന Arduino IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. നിങ്ങളിപ്പോൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. വിൻഡോസ് 10 ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് OS ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇവിടെ കണ്ടോ, വിൻഡോസ് പ്രോപ്പർട്ടീസിൽ വിൻഡോസ് 10 ആണെങ്കിൽ വിൻഡോസ് 10 എന്ന് കാണിച്ചേക്കും, വിൻഡോസ് 7 ആണെങ്കിൽ 7 എന്ന് കാണിക്കും, 8.1 ഏതോ ആവട്ടെ. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനകത്ത് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. വിൻഡോസ് 10 ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്. മൈക്രോസോഫ്റ്റ് സ്റ്റോർ ലോഞ്ച് ചെയ്യുക. വിൻഡോസ് സ്റ്റോർ ലോഞ്ച് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് റൈറ്റ് കോർണറിൽ സെർച്ച് ബട്ടൺ ഉണ്ട്. അതിനകത്ത് Arduino IDE എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ Arduino IDE ആപ്ലിക്കേഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ലോഞ്ച് ബട്ടൺ കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ ബട്ടൺ ആയിരിക്കും കാണിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടും വേണം, അത് ലോഗ്ഡ് ഇന്നും ആയിരിക്കണം. ഏകദേശം 600 MB ഈ ആപ്ലിക്കേഷൻ സൈസ് വരുന്നുണ്ട്. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡായി ഇൻസ്റ്റാളായി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വിൻഡോസ് 10 മാത്രമേ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂ. വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമോ ഏതെങ്കിലും ബ്രൗസർ എടുത്തിട്ട് Arduino IDE എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം വരുന്ന റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Arduinoയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. ആ ഒഫീഷ്യൽ സൈറ്റിനകത്ത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് സെലക്ട് ചെയ്യുക. ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, മാക് OS ആണെങ്കിൽ അങ്ങനെ ഏത് വേണോ സെലക്ട് ചെയ്യാം. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനും Arduino IDE പ്രൊവൈഡഡ് ആണ്. വിൻഡോസ് ഇൻസ്റ്റാളർ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡായി കംപ്ലീറ്റ് ആകുമ്പോൾ പേജ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് നൗ ബട്ടൺ കൊടുക്കുക. സേവ് ചെയ്ത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുക. സേവ് ചെയ്ത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ്സ് എടുക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ ചെല്ലുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി Arduino IDE ഇൻസ്റ്റാൾഡ് ആണ്. പക്ഷേ നിങ്ങളുടെ വീഡിയോയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന Arduino IDE ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാം. കൺഫർമേഷൻ ബോക്സിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ വിൻഡോ വരും. അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ കറൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വെർഷൻ ഓഫ് Arduino അൺഇൻസ്റ്റാൾ ആകും. അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം കറൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഡയറക്ടറി സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് നമുക്ക് ഫുട്ടേജ് സ്പീഡപ്പ് ചെയ്യാം. ഏകദേശം 4 to 5 minutes ഇൻസ്റ്റാളേഷൻ ടൈം എടുക്കും. ഇതിപ്പോൾ ഫുട്ടേജ് സ്പീഡപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ കഴിയുന്നത്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് Arduino IDE ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് എടുത്ത് ഓൾ ആപ്സിനകത്ത് Arduino എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ Arduino IDE ലിസ്റ്റഡ് ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Arduino IDE വിൻഡോ ഓപ്പൺ ആകും. സ്പ്ലാഷ് സ്ക്രീനാണ് കാണുന്നത്. Wait for the application to open.
ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഹോം ഓട്ടോമേഷൻ്റെ പ്രോഗ്രാമാണ്. ബേസിക്കലി നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ന്യൂ വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ ന്യൂ വിൻഡോയിലാണ് നമ്മൾ Arduinoയ്ക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. Arduino ട്യൂട്ടോറിയൽസ് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എക്സ്ക്ലൂസീവ് റിവ്യൂസ്.